2:46 5 മണിക്ക് സാവിത്രിയെ കണ്ടു. കുറേ സമയം സംസാരിച്ചു. ദിവാകരന് സാവിത്രിയെ കല്യാണം കഴിക്കണമെന്നുണ്ട്. അനുജനും ഞാനും ഒരുമിച്ച് ദേവിയുടെ അടുത്ത് പോയി. ദേവി വന്നു. ഞങ്ങൾ സംസാരിച്ചു. സൗമിനിയെ കണ്ടു. സൗമിനി പറഞ്ഞു, ഐ നോ എവറിത്തിങ്, ഐ ആം ഇൻ്റലിജൻറ്റ്. അപ്പോൾ സാവിത്രി വന്നു. ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചു ചിരിച്ചു. സാവിത്രിയെ ഞാൻ കൊണ്ടുചെന്നാക്കണം. അനുജനെ ദേവി പറഞ്ഞയച്ചു. സൗമിനി മാറി. ദേവിയോട് ഞാൻ ചോദിച്ചു, സൗമിനിയോടെല്ലാം പറഞ്ഞോ? കരുണേട്ടൻ്റെ എഴുത്ത് കാണിച്ചു. ഈസ് ഇറ്റ് നോട്ട് യുവർ ലവേഴ്സ് നെയിം ബഷീർ എന്നുണ്ടല്ലോ അതിൽ? ദേവി തൂവാലകൾ തന്നു 4 ഞാൻ ദേവിയെ ചുംബിച്ചു. ബഷീർ എൻ്റെ സംശയിക്കുന്നുണ്ടല്ലേ? ഞാൻ സംശയിക്കുന്നില്ല. പക്ഷേ ദേവിയുടെ ആദ്യത്തെ പ്രേമത്തെപ്പറ്റി മാത്രം. അതെന്നോട് പറഞ്ഞില്ല. നമ്മൾ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകുമെന്ന് തോന്നുന്നു. അതിൻ്റെ ആവശ്യമില്ല. എന്തോ അപകടത്തിൻ്റെ സൂചന. പെട്ടെന്ന് എൻ്റെ ഇടതുവശത്ത് സൂചി കുത്തുന്ന മാതിരി ചുളുചുളാ ഒരു വേദന. ഒരു വിളക്ക് കത്തുന്നത് പോലെ എന്ന് പറയാം. നമ്മെ ആരെങ്കിലും സൂക്ഷിക്കുന്നുണ്ടോ? വഴിയില്ല, ദേവി പറഞ്ഞു. ഉടനെ ആരോ വരുന്നതായി എനിക്ക് തോന്നി. ആരോ വരുന്നു. വരട്ടെ, കാണട്ടെ, ദേവി ധൈര്യപൂർവ്വം പറഞ്ഞു. 4:46 രാത്രി 9 മണിക്ക് ദേവിയെ കണ്ടു വീട്ടിൽ വെച്ച്. ഞാൻ ഷർട്ടില്ലാതെ വെളിയിലിറങ്ങി. മുറി തുറക്കാൻ നിവൃത്തിയില്ലായിരുന്നു. താക്കോൽ പോയിരുന്നു. ചുമ്മാ ഇറങ്ങിയതാണ്. വഴിക്ക് അനുജനെ കണ്ടു. വീട്ടിൽ ഒരു വളയം നിറയെ താക്കോലുണ്ടെന്നും അത് പരീക്ഷിച്ചു നോക്കിയാൽ പറ്റിയേക്കുമെന്നും അനുജൻ പറഞ്ഞു. ഞങ്ങൾ ചെന്നു. ഞാൻ ഇരുട്ടത്ത് പഠിക്കൽ നിന്നു. അനുജൻ താക്കോൽക്കൂട്ടം കൊണ്ടുവന്ന് തന്നു. ഞാൻ നടന്നു. ഉടനെ അനുജൻ വിളിച്ചു. ദേവി വിളിപ്പിച്ചതാണ്. ഒരു ചെറുപുസ്തകം തിരികെ തരാമെന്നുള്ള വ്യാജേന. വേണമെന്ന് പറഞ്ഞ് ഞാൻ നിന്നു. ദേവി അകത്തേക്ക് വിളിച്ചു. ഞങ്ങൾ സംസാരിച്ചു. എൻ്റെ വേഷത്തെപ്പറ്റി ചോദിച്ചു. മുറി പൂട്ടിയിരിക്കുന്നു. അതിലാണ് ഷർട്ടും മറ്റും. എടുക്കാൻ നിവൃത്തിയില്ല. ഉടനെ ദേവി പറഞ്ഞു, ഒരു മുണ്ടും ഷാളുമുണ്ട് അലക്കിയിട്ടത്. വേണ്ട. വേണം. ദേവി അകത്തേക്ക് പോയി. കുറെ കഴിഞ്ഞപ്പോൾ അനുജൻ അതുമായി വെളിയിൽ വന്നു. വേണ്ട നീയ. ചേ, എൻ്റേതാണ് ബഷീർ. അല്ലെന്ന് എനിക്കറിയാം. ദേവി ഒരു ഖദർ മുണ്ടും ഷാളും ധരിച്ച് അമ്പലത്തിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എങ്കിലും ഞാനത് സ്വീകരിച്ചു. മുറിയിൽ കൊണ്ടുവന്ന് പെട്ടിക്കകത്ത് വെച്ചു. 5:46 സന്ധ്യയ്ക്ക് ദേവിയെ കാണാൻ ചെന്നു. ആരുമില്ല. ദേവിയുടെ അമ്മയെ കണ്ടു. അനുജനുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പോന്നു. 6:46 കാലത്തെ 8 മണിക്ക് ചെന്നു. ദേവി മുകളിൽ ജനലിനടുത്ത്. മനസ്സിന് സുഖമുണ്ടായില്ല. ഞാൻ അനുജനുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ദേവി സല്യൂട്ട് ചെയ്തു. ഞാൻ വിഷമത്തോടെ പോന്നു. കാലത്ത് മുതൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 6:30 മണിക്ക് അനുജൻ വന്നു. സിനിമയ്ക്ക് ക്ഷണിച്ചു. ഞാൻ പോയില്ല. അനുജൻ പോയി. ഞാൻ നേരെ ചെന്നു. ഇടവഴിയിൽ സാവിത്രിയും ദേവിയും. ദേവിയുടെ കയ്യിൽ ഒരു കുഞ്ഞ്. സാവിത്രിയുടെ കയ്യിൽ ഇരുന്ന പൂവ് വാങ്ങി ഞാൻ ദേവിയുടെ പക്കലിരുന്ന കുഞ്ഞിന് കൊടുത്തു. സാവിത്രി പോയി. ദേവി പറഞ്ഞു, ബഷീർ കൂടെ വരരുത്. ഇല്ല. ഞങ്ങൾ ഇടവഴിയിൽ നിന്നു. 60 രൂപ ശമ്പളത്തിന് ട്രിച്ചിയിൽ സ്വീകരിക്കട്ടെ? സ്വീകരിക്കൂ. പോരാത്തത് ബഷീർ നോക്കാം. ദേവി കുഞ്ഞിനെ നോക്കി അതിനോട് പറഞ്ഞു. ചേട്ടാ എന്ന് വിളിക്കാൻ ഞങ്ങൾ ചിരിച്ചു. പടിഞ്ഞാറ് ചന്ദ്രക്കല തെളിഞ്ഞു. ദേവി ധരിച്ചിരുന്ന സാരി വെള്ളയിൽ വീതിയിൽ കടും പിങ്ക് വരകളുള്ളത്. ഇതാണ് ഇഷ്ടപ്പെട്ട സാരി? അല്ല. അപ്പോൾ സൗമിനി വന്നു. സൗമിനി ചിരിച്ചു. ക്ഷേത്രത്തിൽ പോയി. ഞാൻ പറഞ്ഞു, സൗമിനി പ്രാർത്ഥിക്കണേ എനിക്ക് കുറേ മുടിയുണ്ടാവാൻ. ഓ, കഷണ്ടിയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. 2-3 മുനകളുള്ള വാക്കുകൾ. സൗമിനി പോയി. പോയിക്കോ. തിങ്കളാഴ്ച 6:30 മണിക്ക് കാണാം. അതിനു മുമ്പ് വരരുത്. ഞാൻ പോന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവി വിഷാദത്തോടെ നിൽക്കുന്നു. ഞങ്ങൾ ചിരിച്ചു. ഞാൻ ദേവിയെ കാണാൻ പോയില്ല. കുറേ ദിവസം കഴിഞ്ഞു. ഒരു സന്ധ്യയ്ക്ക് ഞാൻ ദേവിയെ കണ്ടു. വീട്ടിൽ ചെന്ന് തന്നെ. ദേവി പറഞ്ഞു, അമ്മയും അച്ഛനും അറിയും. എന്നിട്ട് ദേവി ചോദിച്ചു, ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ട്? ഞാൻ വരും, വന്നു കാണും. ദിവസങ്ങൾ പിന്നെയും പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവിയുടെ ഒരു കത്ത്. ഡിയറസ്റ്റ്, പ്ലീസ് മീറ്റ് മീ എക്സാക്ട്ലി അറ്റ് 10:45 AM on Monday at open the door and I will be there. Thanking you, yours. തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് ഞാൻ ചെന്നു. ഇടവഴിയിൽ കയറി. അടുത്ത വീട്ടിൽ നിന്ന് ദേവി. അങ്ങ് ചെന്ന് വാതിൽ തുറന്ന് അകത്തിരിക്കൂ, ഞാൻ വരാം. വീട്ടിൽ വല്ലവരും ഉണ്ടോ എന്ന് നോക്കണം. എൻ്റെ ജ്യേഷ്ഠനുണ്ട്. ഞാൻ ചെന്ന് വാതിൽ തുറന്ന് അകത്ത് കയറി. കുറേ കഴിഞ്ഞ് ദേവി വേറൊരു വഴിയിൽ കൂടി ഒരു ഏണിയുടെ മതിൽ കയറി ഇറങ്ങി അകത്ത് വന്നു. വേറൊരു വീട്ടിലെ മുകൾ തട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ നോക്കുന്നുണ്ടായിരുന്നു. ദേവി മനക്കിലെ കുളിമുറിയിൽ കയറി. ഞാനും ചെന്നു. ആരോ നോക്കുന്നുണ്ടെന്നുള്ള വിവരം പറഞ്ഞു. അയ്യോ, കഷ്ടമായല്ലോ. ദേവി ഇരുന്നു. എന്നിട്ട് കണ്ണട എടുത്ത് താഴെ വെച്ചു. ഞാൻ അടുത്ത് ചെന്നു മുഖം പിടിച്ച് കണ്ണുകളിൽ ചുംബിച്ചു. ദേവി ഒരു കവർ എൻ്റെ പക്കൽ തന്നു. വായിച്ചു നോക്കിയിട്ട്, എന്നെ സ്നേഹിക്കാമെങ്കിൽ സ്നേഹിക്കൂ. എഴുത്ത് ഏപ്രിൽ 1-ാം തീയതി പോസ്റ്റ് ചെയ്യണം. ഇന്ന് മാർച്ച് 25-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഞാൻ പോന്നു. മുറിയിൽ വന്ന് എഴുത്ത് വായിച്ചു. അജ്മീറിലുള്ള ജ്യേഷ്ഠനുള്ള കത്താണ്. എല്ലാമുണ്ട്. പഴയ പ്രണയ വൃത്താന്തവും. ഓം മൈ ഡിയറസ്റ്റ് ഏട്ടാ, ഇത് 3-ാമത്തെ തവണയാണെന്ന് തോന്നുന്നു എന്നോട് ഹൃദയം തുറന്ന് എഴുതുവാൻ ജ്യേഷ്ഠൻ ആവശ്യപ്പെടുന്നത്.
ചുമന്ന മഷിയിൽ 5-6 കൊല്ലങ്ങൾക്ക് മുൻപ് എഴുതിയ എഴുത്ത് കോഴിക്കോട്ടേക്ക് അയച്ച മറ്റൊന്ന് എറണാകുളത്തേക്കും അയച്ചു. ഞാനൊന്നും തുറന്ന് എഴുതിയില്ല. ഈ എഴുത്ത് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ഏട്ടൻ പശ്ചാത്തപിക്കും. പക്ഷേ ഇനിയും എന്നെ സംബന്ധിച്ച് പശ്ചാത്തപിക്കേണ്ടി വരില്ലെന്ന് വിചാരിച്ച് സമാധാനിക്കൂ. ഇതൊരു കഥ വായിക്കും പോലെ വായിക്കുക. കഴിഞ്ഞാൽ രവിയേട്ടനെയും കാണിക്കണം. എന്നിട്ട് ഇവിടെ വരുമ്പോൾ വല്യേട്ടനെയും അഞ്ജനെയും കാണിക്കണം. ഒരുപക്ഷെ എനിക്ക് അവർക്കൊക്കെയും ആർക്കും തന്നെ ഇനി എഴുതാൻ സാധിച്ചില്ലെന്ന് വന്നേക്കാം. അവരൊന്നും ഞാൻ വളരെ വ്യസനിക്കുന്ന ഒരുവളാണെന്ന് അറിഞ്ഞിട്ടുകൂടി, അതിൻ്റെ കാരണം അറിഞ്ഞിട്ടുകൂടി അതിനെപ്പറ്റി അന്വേഷിച്ചില്ല. എനിക്കതിൽ പരിഭവമില്ല, പക്ഷേ പ്രതികാരമുണ്ട്. ഒരു സ്ത്രീയുടെ തീക്ഷ്ണമായ സ്നേഹത്തേക്കാൾ ശക്തവും സത്യവുമായതാണ് അവളുടെ ഉഗ്രമായ പ്രതികാര ബുദ്ധി. ഒരു സ്ത്രീക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവളുടെ 10-15 വയസ്സ് മുതൽ 10-25 വയസ്സ് വരെയുള്ള കാലം. എനിക്ക് ലജ്ജയില്ല, അത് ഞാൻ ഉപേക്ഷിച്ച് യുഗങ്ങൾ കഴിഞ്ഞു. അവളുടെ ആശകളുടെയും ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും ആവേഗങ്ങളുടെയും മൊട്ടുകൾ വിടരുന്ന കാലം, അത് പൂക്കുന്ന കാലം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നൈരാശ്യത്തിൻ്റെയും കരച്ചിലിൻ്റെയും മാത്രമായിരുന്നു. അതിനിട വരുത്തിയ ഓരോ അണുമാത്രങ്ങളായ സംഭവങ്ങളോടും എനിക്കുള്ള ആത്മാർത്ഥമായ പ്രതികാരത്തോടു കൂടി ഞാൻ ഈ കത്തെഴുതുന്നു. ഏട്ടൻ ക്ഷമിക്കണം. തുറന്നെഴുതുന്നത് കൊണ്ട് പരിഭവിക്കരുത്. ഈ തങ്കത്തിൻ്റെ 15,000 തെറ്റുകൾ ക്ഷമിക്കണം. എനിക്ക് സ്തുതി പറയാൻ അറിഞ്ഞുകൂടാ. ഉള്ളത് അപ്പോൾ തുറന്നു പറയുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഉള്ളതാണ്. ചിലതെല്ലാം മറച്ചുവെച്ചു അതിന് കണ്ണീരും കൈയുമായി കഴിയുകയാണ്. എന്നിൽ ആകെയുള്ള എല്ലാറ്റിനും ഉപരി നൽകുന്ന ഒരു വികാരമാണ് എൻ്റെ പ്രതികാരം. ഇന്നെൻ്റെ തൂക്കം 86 റാത്തിലാണ്. ഒരു കാലത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് 118 റാത്തിലായിരുന്നു. അന്ന് ഞാനൊരു ഫുട്ബോളായിരുന്നു. ഇന്ന് ഞാൻ അവസാനത്തെ കാലത്ത് നാം എല്ലാവരും പോകുന്ന സ്ഥലത്തെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യ സ്വത്വം. എനിക്ക് പരീക്ഷയാണ്. ഏപ്രിൽ 1-ാം തീയതി ഞാൻ പോകുന്നുണ്ട്. പക്ഷേ വായിക്കാതെയാണ് അപ്പോഴാണ് ഇത് എഴുതുന്നത്. ആ ചുവന്ന മഷിയിൽ എഴുതിയ എഴുത്ത് അപ്പുവിൻ്റെ സർവ്വ തെറ്റുകൾക്കും കുറവുകൾക്കും വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. നിർമ്മലമായ സ്നേഹത്തെ അനുഭവത്തിൽ അറിഞ്ഞിട്ടും ഏട്ടൻ അക്കാര്യത്തിൽ കണ്ണടച്ചു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഓരോ അധ്യായവും വായിക്കൂ. മനുഷ്യരെല്ലാം, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്, ചില വിട്ടുവീഴ്ചകൾ ചെയ്യാതെ നിവൃത്തിയില്ല. ഞാൻ തയ്യാറായിരുന്നു. അപ്പു 6 കൊല്ലം തികച്ചും എനിക്ക് വേണ്ടി കാത്തിരുന്നു. ഞാൻ ആരെയും ധിക്കരിക്കാൻ തയ്യാറായിരുന്നില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഞാൻ എൻ്റെ ജീവിതത്തെ ബലികഴിക്കാൻ തീർച്ചയാക്കി. ഞാൻ അപ്പുവിനെ ഉപേക്ഷിച്ചു. അപ്പുവിനെ ഇക്കാര്യത്തിൽ പലരും കുറ്റപ്പെടുത്തുന്നതായി എനിക്കറിയാം. പക്ഷേ അപ്പു നിരപരാധിയാണ്. ഇതിനിടയ്ക്ക് ഒന്ന് ഓർക്കണം, ഇത് വികാരഭരിതയായ ഒരു സ്ത്രീയുടെ എഴുത്തല്ല. എന്നാൽ സർവ്വശക്തികളും നശിച്ചു ഏതാണ്ട് എന്തോ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്ന ഒരു സ്ത്രീയുടേതാണ് ഈ എഴുത്ത്. അക്കാലത്ത് ഞാനൊരു ഭീരുവായിരുന്നു. കഷ്ടം. അപ്പുവിനോട് തികച്ചും 1 മണിക്കൂർ വർത്തമാനം പറയുവാൻ, ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പു ഇന്ന് അന്യയുടേതാണ്. അത് 10-1. കഷ്ടം. അച്ഛൻ്റെ വിവാഹം കഴിഞ്ഞെന്ന് കേട്ടു. ഞാൻ 5 രൂപ ചെലവാക്കി കുറച്ച് സയനൈഡ് കിട്ടാൻ. അത് ഞാൻ അന്ന് തന്നെ കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്തരത്തിൽ നീറി ചാകേണ്ടി വരുമില്ലായിരുന്നു. അന്ന് എൻ്റെ അഭിമാനം ആളിക്കത്തിയിരുന്നു. മനുഷ്യ സഹജങ്ങളായ യാതൊരു ആവശ്യങ്ങളും യാതൊരു വികാരങ്ങളും ഇല്ലാത്ത ഒരു ചെകുത്താനായി എന്നെ എൻ്റെ വേണ്ടപ്പെട്ടവർ കരുതി. കുട്ടികൃഷ്ണമേനോൻ്റെ വിവാഹാലോചന മുറുകിയിരിക്കുമ്പോൾ വിലാസിനിയെ വിവാഹം ചെയ്യാൻ അച്ഛൻ ഏട്ടനോട് ആവശ്യപ്പെട്ടില്ലേ? എൻ്റെ സൗമിനി, സാധുകുട്ടി, ഇതൊരു അസ്ഥികൂടമാണ്. വിവാഹ ജീവിതത്തിന് പറ്റിയ ഒരു പെൺകുട്ടിയുടെ നിശ്ചയിച്ചു കഴിഞ്ഞ വിവാഹം അച്ഛനമ്മമാരുടെ ഉദാസീനതയിൽ നടക്കാതെ വന്നാലുള്ള നൈരാശ്യം അനുഭവിച്ചറിയണം. അവൾ വിവാഹിതയായിരുന്നെങ്കിൽ എൻ്റെ പ്രതികാരാഗ്നി ഇത്രയും ആളിക്കത്തുകയില്ലായിരുന്നു. ആ പക, അച്ഛൻ്റെ പക്ഷഭേദപൂർണമായ ആ പെരുമാറ്റം, ആ ഇൻഡിഫറൻസ് എൻ്റെ ശവശരീരം പട്ടറയിൽ വയ്ക്കുമ്പോഴും എനിക്കതിൽ എൻ്റെ ജനയിതാവിനോടും ഞാൻ ആരാധിക്കുന്ന എൻ്റെ അച്ഛനോടും എനിക്ക് പരിഭവമുണ്ടായിരിക്കും, പ്രതികാരമുണ്ടായിരിക്കും. ഏട്ടൻ നെറ്റിച്ചുളിക്കരുത്. എൻ്റെ സർവ്വസഹനശക്തിയും നശിച്ചു. എന്നിട്ടാണ് ഞാനിത് എഴുതുവാനിരിക്കുന്നത്. സമയം രാത്രി 2 മണിയാണ്. എല്ലാവരും ഉറങ്ങിയിരിക്കുകയാണ്. ഞാനാകട്ടെ 6 മാസമായി ശരിക്കുറങ്ങിയിട്ട്. അപ്പുവിനെ വിവാഹം ചെയ്യാൻ സാധിക്കാത്തതിൽ എനിക്ക് അത്യധികം മനോവേദനയുണ്ട്. പക്ഷേ ഞാനത് മന്ദഹാസപൂർവ്വം സഹിക്കുവാൻ തയ്യാറായിരുന്നു. എൻ്റെ ജ്യേഷ്ഠന്മാരുടെ തൃപ്തിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ ജാതിക്ക് വേണ്ടി. പക്ഷേ എന്നെ എന്ത് കൊണ്ട് ഉദ്യോഗത്തിന് പറഞ്ഞയച്ചില്ല? പേരും പെരുമയുള്ള ഒരു പൊതുപ്രവർത്തകയായിത്തീരാൻ ഞാൻ എത്രമാത്രം ആശിച്ചു. ഞാൻ എന്തിനു സമ്പാദിക്കണം? ഞാൻ കൊടുത്ത പണം ബാങ്കിൽ കൊണ്ടുപോയി സൂക്ഷിച്ചോളാൻ എൻ്റെ അച്ഛൻ ഈയിടെ എന്നോട് പറഞ്ഞു. അച്ഛനെ ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന്. ഭഗവാനെ, അങ്ങനെ പറഞ്ഞു അച്ഛൻ. ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് വാർദ്ധയ്ക്കുള്ള സെലക്ഷൻ വാങ്ങിച്ചത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു നല്ല പ്രാസംഗികയായി എനിക്ക് നല്ലൊരു സ്ഥാനം കിട്ടുമായിരുന്നു. നല്ല പോലെ പ്രവർത്തിക്കാനുള്ള കഴിവെനിക്കുണ്ട്. കൊച്ചി MLA സ്ഥാനത്തിന് തന്നെ സ്ത്രീകളുടെ സ്ഥാനാർത്ഥിയായി നിൽക്കാമോ എന്നവർ എന്നോട് ചോദിച്ചു. പക്ഷേ എൻ്റെ ആശകളും ആഗ്രഹങ്ങളും കുഴിച്ചു മൂടണം
മാസം 75K അലവൻസും. വെറുതെ മീറ്റിങ്ങിന് പോകണം. ഇതാണ് ജോലി. എന്നെ പറഞ്ഞയച്ചുവോ? ഇല്ല. വേണ്ട. മദിരാശിയിൽ 15 ദിവസം കറങ്ങി വളരെ വിഷമിച്ചാണ് മാസം 150K ശമ്പളമുള്ള ആ സെക്രട്ടറി ഉദ്യോഗം ഞാൻ വാങ്ങിച്ചത്. പ്രത്യേക ശുപാർശയോടുകൂടി. എൻ്റെ ശരീരസ്ഥിതി കുട്ടികളോട് തൊള്ളയെടുക്കാൻ പറ്റിയതല്ല. എനിക്ക് മിസ്ട്രസിൻ്റെ ജോലി ഇഷ്ടമല്ല, BT കോഴ്സും ഇഷ്ടമല്ല എന്ന് എത്ര തവണ കരഞ്ഞുകൊണ്ട് ഗദ്ഗതത്തോടെ പറഞ്ഞു. 150K മദിരാശിയിൽ ശമ്പളം. എന്നെ പറഞ്ഞയച്ചുവോ? ഇല്ല. ഇതെല്ലാം സഹിക്കാം. ഇനി എന്നെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ഉദ്ദേശം അച്ഛനുണ്ടായിരുന്നുവോ? ബാക്കിയുള്ളവർക്ക്? എന്നാൽ അത് അസാധ്യമായ കാര്യമായിരുന്നുവോ? ഏട്ടാ, എനിക്ക് ലജ്ജയില്ല. ഞാൻ ഒരിക്കലും കൈവിടാതിരുന്ന എൻ്റെ ആത്മാഭിമാനം ദൈവത്തിൻ്റെ മുമ്പിൽ കൂടി ഞാൻ തലകുനിച്ചിട്ടില്ല. അനാവശ്യമായ എതിരില്ലാത്തവൾ എന്ന പേര് കൂടിയുണ്ട് എനിക്ക്. ഇന്ന് കാറ്റത്ത് പറന്നു കഴിഞ്ഞു. വരട്ടെ. ഏട്ടൻ എന്നെ വെറുക്കരുത്. നിഷ്പക്ഷ നിലയോടെ ഇത് മുഴുവൻ വായിച്ചു തീർക്കണം. ഞാൻ കാരണം പലപ്പോഴും കരഞ്ഞിട്ടുള്ള ഒരാളാണ് ഏട്ടൻ. ഒന്നുകൂടി കരയുക. ആ ജലം എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കട്ടെ. യഥാർത്ഥത്തിൽ അച്ഛൻ ഞാൻ വിവാഹിതയായിരിക്കാണ് ആശിച്ചിരുന്നുവോ? ഇപ്പോഴത്തെ മനോഭാവം എനിക്കറിഞ്ഞുകൂടാ. കരുണേട്ടൻ എന്നെ വിവാഹം ചെയ്യാൻ എക്സ്ചേഞ്ച് കൂടാതെ തന്നെ ആലോചിച്ചതല്ലേ? കരുണേട്ടൻ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് RK നായരെ വിവാഹത്തിന് സമ്മതിപ്പിച്ചത്. 22 വയസ്സായ മകളുടേതിനേക്കാൾ പ്രധാനപ്പെട്ടത് അപ്പോൾ 10 വയസ്സായ ലീലയുടെ കാര്യം. പോട്ടെ, ഇതെല്ലാം ജാതിയുടെ കഥ പറഞ്ഞ് തള്ളിക്കളഞ്ഞു. എന്നാൽ ശ്രീ രാധാകൃഷ്ണൻ നായർ അഡ്വക്കേറ്റ്, നമ്മുടെ ജാതി സൗമിനിയെയല്ല എന്നെയാണെങ്കിൽ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? രാമനാഥിൻ്റെ കാര്യം വാസ്തവത്തിൽ അച്ഛൻ്റെ ഉദാസീനത കൊണ്ട് യാതൊരു എഴുത്തുകുത്തുകളും അത് സംബന്ധിച്ച് ഒരു കൊല്ലത്തോളം നടത്താതിരുന്നതിനാൽ തെറ്റിപ്പോയതല്ലേ? വടക്കാഞ്ചേരിയിലെ ആ മനുഷ്യൻ എനിക്ക് പേരറിഞ്ഞുകൂടാ. എത്ര തവണ എനിക്ക് വേണ്ടി ഇവിടെ വന്നു. വയസ്സിൻ്റെ വ്യത്യാസം. ഏട്ടത്തെയും ഏട്ടനും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 5-6 വയസ്സ് വ്യത്യാസം പോരാ അല്ലേ? ഇതുകൊണ്ടൊന്നും എനിക്ക് പരിഭവം ഉണ്ടാകുകയില്ലായിരുന്നു. എന്നെ എനിക്കിഷ്ടമുള്ള ജോലിക്ക് പറഞ്ഞയച്ചിരുന്നുവെങ്കിൽ എന്നെപ്പോലുള്ള ഒരാളെ ഈ പ്രായത്തിൽ ഇനി കെട്ടിയിട്ടതുകൊണ്ട് ഒതുങ്ങുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. വിവാഹചന്തയ്ക്ക് വില കൂടിയ കാലം കണ്ടില്ലേ? അപ്പുമാനെ 13 വയസ്സായ ആ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തത്. എൻ്റെ വിവാഹകാലവും ഏതാണ്ട് കഴിഞ്ഞു. അതിന് മറ്റു വഴിക്കുള്ള എക്സ്ചേഞ്ച് ചാൻസുകളും അവസാനിച്ചു. ഗവൺമെൻറ് ജോലിക്കുള്ള ചാൻസും അധികം താമസിയാതെ കഴിയും. മാംസവും ചോരയും അഭിമാനമുള്ള എൻ്റെ ഇന്നത്തെ സ്ഥിതി കേൾക്കണോ? ഹൃദയശൂന്യരായ ഏട്ടന്മാരെ, നിങ്ങളോട് എത്ര തവണ ഞാൻ പറഞ്ഞു എനിക്ക് BT കോഴ്സ് ഇഷ്ടമല്ല, ഇവിടെ ജീവിതം ഇഷ്ടമല്ല എന്ന്? നിങ്ങൾ ആരെങ്കിലും അതിന് ചെവി കൊടുത്തോ? എന്നെ നിങ്ങളാരും കൊണ്ടുപോകാൻ തയ്യാറായില്ല. ഞാൻ എന്തിനു നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു? എൻ്റെ സ്വന്തം അച്ഛൻ ഇത്ര നിർദ്ദയമായി പെരുമാറി. അതിൽ കൂടുതലാണോ ഏട്ടന്മാർ? എൻ്റെ ഭാവി എനിക്കറിയാം. വല്യേട്ടൻ്റെ മനോഭാവം കണ്ടു. നിങ്ങൾ ഓരോരുത്തരും അതേപോലെ ആയിത്തീരുമോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ട. സ്നേഹമില്ലാഞ്ഞിട്ടായിരിക്കില്ല, പ്രാരാബ്ധങ്ങളാവും ലോക സ്വഭാവം. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കണം. പക്ഷേ ഞാനങ്ങനെ കേവലം ഒരു സ്വാർത്ഥിയല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഇന്ന് ഞാൻ മരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇന്ന് എൻ്റെ സ്ഥിതി കേൾക്കണോ? ഞാനിന്ന് വില പോകാത്ത ഒരു പണ്ടം. ഇവിടെ പലരും വരും. ഒരു കച്ചവടക്കാരൻ പട്ടർ സർവേഷാരടി സൗമിനി വിവാഹം ചെയ്യണമെന്നൊരിക്കൽ പറയുകയുണ്ടായി. അപ്പോഴേക്കും അയാളുടെ ഭാര്യ തിരിച്ചു വീട്ടിലേക്ക് വന്നു. ദൈവമേ, തൂങ്ങിച്ചാവാനുള്ള ധൈര്യം എനിക്ക് തരണേ. ഈ അപമാനം നിറഞ്ഞ നരകത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണേ. കരുണേട്ടൻ, നമ്മുടെ മനക്കിലെ നമ്പൂതിരി. ഇങ്ങനെ പലരും വരും. അതിൽ കരുണേട്ടൻ മാത്രം ഒരു ജെൻറ്റിൽമാനാണ്. ബാക്കിയുള്ളവർ അവരുടെയൊക്കെയും എൻ്റെ അമ്മ പറയും. എന്തെന്നോ എനിക്കൊരാളെ കൊണ്ടുവരാൻ. അവരുടെ പരിഹാസം നിറഞ്ഞ നോട്ടങ്ങൾ എൻ്റെ പ്രതികാരം. എൻ്റെ ആത്മാഭിമാനത്തെ അനാവശ്യമായി ഇത്രമാത്രം ചുട്ടുപൊരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഉമിത്തിയിൽ ദഹിപ്പിക്കും. നിരപരാധിയും നിഷ്കളങ്കയുമായ ഒരു പെൺകുട്ടിയെ ഏതൊരു വാത്സ്യത്തിനും ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല. അച്ഛനും അമ്മയ്ക്കും ജ്യേഷ്ഠന്മാർക്കും കീഴൊതുങ്ങി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതാണ് അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നമ്പൂതിരി അയാളുടെ സഖാക്കളോടും സഖാവിനികളോടും അങ്ങനെ ഞാൻ ഒരു പരിഹാസപാത്രം. എന്നെ കത്തി മാറിൽ കുത്തിയിറക്കി കൊല്ലുകയായിരുന്നു ഇതിലും ഭേദം. എൻ്റെ വിവാഹചന്ത ഇത്ര വില കൂടിയതല്ലായിരുന്ന കാലത്ത് വിൽക്കാമായിരുന്നല്ലോ. കരുണേട്ടൻ മുമ്പ് ചോദിച്ചു, സ്വജാതിയിലല്ലാത്ത ഒരു നായർ യുവാവിനെ സ്വീകരിക്കാമോ എന്ന്. അന്ന് ഞാൻ തയ്യാറില്ലെന്ന് മറുപടി എഴുതി. പാവം കരുണേട്ടൻ, ഒരു യഥാർത്ഥ ജ്യേഷ്ഠൻ, നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സഹോദരൻ. വല്ലാത്ത വീട്ടുകാർ തങ്കം ഇവിടെ ജനിക്കേണ്ടവളല്ലായിരുന്നു എന്നെഴുതി. ഇതെല്ലാം മനഃപൂർവ്വം തട്ടിക്കളഞ്ഞ് ഇന്ന് ഞാൻ വിൽപ്പന വസ്തുവായി. ഒരു ഷാപ്പിലെന്നോണം ഇവിടെ താമസിക്കണമല്ലേ? ഇതിലും ഉത്തമമായ മാർഗം വല്ല സിൽക്ക് പാലസിലും കൊണ്ടുപോയി പ്രദർശിപ്പിക്കുകയായിരുന്നു. 24 വയസ്സായ വിദ്യാഭ്യാസം സിദ്ധിച്ച ഒരു സ്ത്രീ, ഒരു ഗ്രാജുവേഷൻ വെച്ച് കാട്ടിക്കൊടുന്ന കുലുമാലുകൾ.
14 വയസ്സ് ഒരു സ്ത്രീക്ക് വളരെ വലുതാണ്. ഞാനിന്ന് മനഃശാസ്ത്രം ശരിക്കും പഠിച്ച ഒരാളുമാണ്. BT കോളേജിൽ തന്നെ ഒരു യഥാർത്ഥ പഠനം. എൻ്റെ ഇതുവരെയുള്ള ജീവിതം താറുമാറാക്കിയ പരിസ്ഥിതികളോടും വ്യക്തികളോടും എനിക്ക് തീവ്രമായ കോപമുണ്ട്. വയ്ക്കുന്ന അരിയുടെ കാര്യത്തിൽ പോലും എൻ്റെ തള്ളയെ വിശ്വാസമില്ലാത്ത ഒരന്തരീക്ഷം. അതിൽ ഞാൻ കിടന്ന് നരകിക്കണം, കരയണം. എല്ലാം ഞാൻ സഹിക്കാമായിരുന്നു. എന്നാൽ ഒരു വിൽപ്പന വസ്തുവായി രൂപാന്തരപ്പെട്ടിരുന്നെങ്കിൽ മദ്രാശിയിൽ ജോലിക്കെങ്കിലും പറഞ്ഞേക്കുമായിരുന്നു. ഞാൻ മരിക്കാൻ തയ്യാറാണ്. ആരെന്തായാലും ചെയ്തു തന്നാലും ഒരിക്കലും ഈ ജീവിതത്തിൽ എനിക്ക് സുഖം ലഭിക്കുകയില്ല. ഞാൻ അത്രമാത്രം വെന്തുരുക്കിപ്പോയി. ഞാൻ അത്രമാത്രം ഒരു ആദർശ പ്രേമിയായിപ്പോയി. 5-6 കൊല്ലം മര്യാദയ്ക്ക് യാതൊരു ചീത്തപ്പേരും കൂടാതെ യുവജനങ്ങൾക്കിടയിൽ ഞാൻ ജീവിച്ചു. വീടിനകത്ത് കെട്ടി നിർത്തപ്പെട്ട പ്രതികാരം ഏതു വിധത്തിൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാം. ഞാനിന്നും ചരിത്രവതിയായ ഒരു യുവതിയാണ്. മരണത്തെപ്പറ്റി പറയുമ്പോൾ ആ ഭാഗം സംശയിക്കരുതെന്നുകൂടി പറയുകയാണ്. സംഭാരത്തിന് കൂടി മോരിലെന്ന് പറയുമ്പോൾ എനിക്ക് കട്ടത്തൈരാണ് കിട്ടുക. ബാക്കിയുള്ളവർ കടുംകാപ്പി കഴിക്കുമ്പോൾ ഞാൻ എസൻസ് കാപ്പിയും. സ്വന്തം മക്കളിൽ ഇത്രമാത്രം വ്യത്യാസം. ആ സ്നേഹപ്രവാഹം. എൻ്റെ അമ്മ എന്നെ മരിക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ ചത്ത് ജീവിക്കൽ സാധ്യമല്ല. ഞാൻ മരിക്കുകയായിരുന്നു നല്ലത്. എൻ്റെ പ്രതികാരബുദ്ധി അതിൻ്റെ പരമകാഷ്ഠയെ പ്രാപിച്ച കാലത്ത് മദ്രാശിയിൽ നിന്ന് വന്ന ശേഷം ഒരിക്കൽ അച്ഛൻ, തറവാടിയായ എൻ്റെ അച്ഛൻ, എന്നോട് പറഞ്ഞു, ഒരു ഭർത്താവിനെ കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ നീ വാർദ്ധയ്ക്ക് പോയിക്കോ. ഒരച്ഛൻ ഒരു മകളോട് പറയേണ്ട വാക്കുകൾ, പ്രത്യേകിച്ച് എന്നോട്. അച്ഛൻ്റെ ഓരോ മരുമക്കളുടെയും സന്മാർഗ ബോധത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നു. ഓരോരുത്തരും വ്യഭിചാര ജീവിതം കുറച്ചു കാലത്തേക്കെങ്കിലും നയിച്ചവരല്ലേ? കുട്ടികളെ കൊന്നവരല്ലേ അവർ ഇന്ന് പൂജ്യകളാണ്. യാതൊന്നിനും വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ത്യജിക്കാൻ തയ്യാറല്ലായിരുന്നു. ഇന്ന് തയ്യാറാണ്. ആ ചാരിത്രം, അതിനുവേണ്ടി ഞാനിന്ന് നിങ്ങളെയൊക്കെ ത്യജിക്കാൻ പോവുകയാണ്. ഞാൻ പതിതയാകും. എൻ്റെ തീവ്രമായ ക്രോധത്തെ എനിക്കടക്കാൻ സാധിച്ചില്ല. യാതൊരു ജാതിയുടെ സാന്നിധ്യത്തിൻ്റെ മാലിന്യം തുറച്ചു നീക്കാൻ റാണ പ്രതാപ് യമുന തീരത്തെ ശരണം പ്രാപിച്ചുവോ? ആ ജാതിയിലുള്ള ഒരാളുമായി, ഹിന്ദുക്കൾ മ്ലേച്ഛജാതി എന്ന് പറയുന്ന ഒരാളുമായി ഞാൻ പരിചയപ്പെട്ടു. ഒരു മുഹമ്മദീയൻ. ഇരുമ്പ് കാന്തത്തെ ആകർഷിക്കും പോലെയല്ല, തീപ്പൊരി ഉണങ്ങിയ ശരീരത്തോട് അടുക്കും പോലെ ഞാൻ ആകർഷിച്ചു. എൻ്റെ മൃഗീയമായ കാമവികാരത്തെ തൃപ്തിപ്പെടുത്താനല്ല. ഞാനിന്നും ചരിത്രവതിയാണ്. യാതൊരു വികാരങ്ങളും ഇല്ലാത്തവളാണ് ഞാനെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ എനിക്ക് അസാധാരണ സഹനശക്തിയുണ്ട്. ഞാൻ അയാളുമായി പരിചയപ്പെട്ടു. എൻ്റെ ജീവിതത്തിൻ്റെ ഭീമമായ ഒരു ഭാഗത്തെ എഴുതിത്തള്ളിയ, എന്നെ കരയിപ്പിക്കാൻ ഇടവരുത്തിയ ജാതിയുടേതു മാത്രമല്ല, ഓരോ ഘടകത്തോടുമുള്ള എൻ്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഞാൻ പരിചയപ്പെട്ടു. ഒരു പണക്കാരനല്ല ആ മനുഷ്യൻ. മനുഷ്യജീവിതത്തെപ്പറ്റി യഥാർത്ഥം പഠിച്ചിട്ടുള്ള ഒരു കലാകാരൻ. എൻ്റെ ബന്ധത്തെ ശിഥിലമാക്കാൻ കഴിവതും ശ്രമിച്ചു. സാമുദായികവും സാമ്പത്തികവുമായ പ്രതിബന്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ഉപദേശിച്ചു, ശാസിച്ചു. ഞാനൊരിക്കൽ പറഞ്ഞു, ഒരു സ്ത്രീയുടെ പ്രതികാരം അവളുടെ സ്നേഹത്തേക്കാൾ ശക്തിയേറിയതാണെന്ന്. ആ പ്രതികാരാഗ്നിയുടെ ആളിക്കത്തലിൽ അതിനൊന്നും എനിക്ക് ചെവി കൊടുക്കാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ ഇതേവരെ കഷ്ടപ്പാടുകൾ മാത്രം സഹിച്ചിട്ടുള്ള അദ്ദേഹത്തെ എനിക്ക് വിശ്വസിക്കുവാൻ സാധിച്ചു. 10 കൊല്ലമായി ഞാൻ എൻ്റെ പ്രതികാര വിജമ്പത്താൽ ഹൃദയം തുറന്നൊന്ന് ചിരിച്ചു. പണക്കാരനോ അഭ്യസ്തവിദ്യനോ ഉദ്യോഗസ്ഥനോ സൗന്ദര്യമൂർത്തിയോ അല്ലാത്ത ആ മനുഷ്യനുമായി ഞാൻ പരിചയപ്പെട്ടു, സ്നേഹിച്ചു. അതിൻ്റെ ആന്തരാർത്ഥം എൻ്റെ പ്രതികാര ബുദ്ധി മാത്രമായിരുന്നു. എന്നാൽ ഞാൻ ദൈവവിശ്വാസിയായ ഒരു സ്ത്രീയാണ്. പരലോകത്തെപ്പറ്റി എനിക്ക് നല്ല ഭയമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ചതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിനും ഒരു ഭാരമായേക്കാം. അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ലഘൂകരിക്കാൻ സാധിച്ചേക്കാം. ഞാനൊരു സുഖജീവിതം നയിക്കുന്നുവെന്ന് കരുതിയല്ല അത് ചെയ്യുവാൻ പോകുന്നത്. ഞാനൊരു വേശ്യയെ ജീവിച്ച് കുട്ടികളെയും മറ്റും കൊന്നിരുന്നാലും സമുദായവും നിങ്ങളും കണ്ണുകൾ അടച്ചു ഇടുമായിരുന്നു. പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന ഒരു മുസൽമാനെ ഞാൻ വിവാഹം ചെയ്യാൻ ലോകം ഒന്നോടെ എന്നെ പഴിക്കും. പക്ഷേ ഞാനിതിനൊക്കെ തയ്യാറായി കഴിഞ്ഞു. എൻ്റെ പരിതസ്ഥിതി എന്നെ അങ്ങനെ ആക്കിയതാണ്. ഞാനതിൽ തികച്ചും നിരപരാധിയാണ്. അപരാധീനിയാണെങ്കിലും ഞാനതിനെ വിലവയ്ക്കുന്നില്ല. ഏട്ടൻ മാത്രം എൻ്റെ മനോവേദനയിൽ ഉള്ളഴിഞ്ഞ് പങ്കെടുത്തു. എനിക്കറിയാം, ഞാൻ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഏട്ടൻ അന്ന് വിവാഹം കഴിക്കാതെ പോകുമായിരുന്നെന്ന്. അത്രമാത്രം ത്യാഗമൂർത്തിയാണ് ഏട്ടൻ, സ്നേഹസമ്പന്നനും. ഹൃദയം തുറന്നെഴുതൂ. എനിക്കൊരു മറുപടി. ഞാൻ തെറ്റുകാരിയാണോ അല്ലയോ എന്ന്. ഈ കത്തിലെ യാതൊരു ഭാഗത്തിനും ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നില്ല, ആവശ്യപ്പെടുന്നുമില്ല. ഏട്ടന്മാർ, നിങ്ങൾ രണ്ടുപേരും എന്നെ വെറുക്കരുത്. എന്നെ പൂർവാധികം സ്നേഹിക്കണം. ഞാനിന്ന് നിങ്ങളുടെയൊക്കെ സ്നേഹിക്കും. എന്നെ എക്കാലത്തും സ്നേഹിക്കണം, വെറുക്കരുത്. എന്തൊക്കെയായാലും ഒരു മറുപടി അയയ്ക്കുക. അതിലെ ആദ്യത്തെ വാചകം, തങ്കം, ഞങ്ങൾ രണ്ടുപേരും നിന്നെ സ്നേഹിക്കുന്നു. നീ എന്ത് തെറ്റ് ചെയ്താലും സ്നേഹിക്കും, വെറുക്കുകയില്ല എന്നായിരിക്കണം. ഏട്ടന്മാരുടെ തുറന്ന അഭിപ്രായവും ഇക്കാര്യത്തിൽ ഞാൻ തെറ്റുകാരിയാണോ അല്ലയോ എന്ന്. അവിടുന്ന് അയക്കുന്ന എഴുത്തിന് ഞാൻ മറുപടി അയക്കാൻ ശ്രമിക്കാം. എൻ്റെ പ്രതികാരാഗ്നിയിൽ ഞാൻ എന്നെ ആഹുതി ചെയ്യുന്നുവെങ്കിൽ ഇതെൻ്റെ അവസാനത്തെ എഴുത്തായിരിക്കും. അങ്ങനെ ആവാതിരിക്കട്ടെ.
അങ്ങനെയാണെങ്കിൽ ഈ ജീവചരിത്രം രഹസ്യമായിരിക്കണം. അച്ഛനമ്മമാർ അതിനെ ഒരു സാധാരണ മരണമായി എടുക്കണം. കാരണം എൻ്റെ അച്ഛനെ ഞാൻ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, എൻ്റെ അമ്മയെയും. നിങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കരുത്. അവരെ ഒട്ടും മനോവേദനപ്പെടുത്തരുത്. ദുർബലമായ ചില സ്വപ്നങ്ങളാണ് സ്ത്രീകളുടെ ജീവിതം. ആ സ്വപ്നങ്ങൾ തകർത്താൽ അവരും നശിക്കും. അതിനിടവരുത്തരുത്. എൻ്റെ ഏട്ടന്മാരെ ഞാൻ സ്നേഹിക്കുന്നു. ആത്മാർത്ഥമായി എൻ്റെ ആത്മാവും പ്രേതവും കൂടി നിങ്ങളെ സ്നേഹിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആദർശശുദ്ധിയിൽ സംശയിക്കരുത്. എനിക്ക് വേണ്ടി 2 തുള്ളി കണ്ണുനീർ. ഞാൻ വളരെ മനോവേദന അനുഭവിച്ചവളാണെന്ന ഒരോർമ്മ കൂടി വേണം. ഞാൻ ചാരിത്രവതിയായിരുന്നു എന്ന് സസ്നേഹം, സ്വന്തം തങ്കം.